ഇതാണ് സ്ലിപ്പ് നോട്ട്. ഹുക്കിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് സ്ലിപ്പ് നോട്ട്. അതെങ്ങനെയാണ് ഇടുന്നതെന്ന് പഠിക്കാം. അതിനാദ്യം മോതിര വിരലിൽ കൂട്ടി ഇതുപോലെ ഈ ടെയിലെൻഡ് പിടിക്കുക. ഇനി ഈ 2 വിരലിലേക്ക് ഫസ്റ്റ് ത്രെഡ് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് ചുറ്റി കൊടുക്കുക, ചെരിച്ച് ചുറ്റി കൊടുക്കുക. ദെൻ ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത്, അതായത് ഈ ചെരിഞ്ഞു പോയതിനെ ക്രോസ് ചെയ്ത് രണ്ടാമതും ചുറ്റുക. കണ്ടില്ലേ? ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞിട്ട് ഈ മോതിരവിരൽ റിലീസ് ചെയ്തതായി ഇവിടെ ചേർത്ത് പിടിക്കാം. ഇനി ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചോ. ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് രണ്ടാമത്തെ ത്രെഡ് വലിച്ചെടുത്തു. കണ്ടോ? വലിച്ചെടുക്കുന്നു. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കൈ റിലീസ് ചെയ്തിട്ട് ടൈലെൻഡ് പിടിച്ച് വലിക്കുമ്പോൾ നോട്ട് വീഴും. വർക്കിംഗ് യാൺ പിടിച്ച് വലിക്കുമ്പോൾ ഹുക്കിലേക്ക് ടൈറ്റ് ആയിക്കോളും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ മോതിര വിരലിൽ പിടിക്കുക ടെയിലെൻഡ്. ഇനി ചൂണ്ട വിരലിലും നടുവിരലും ചേർത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് ചുറ്റി കൊടുക്കുക. രണ്ടാമത്തെ ത്രെഡ് അതിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ നീക്കി കൊടുക്കുക. രണ്ടിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വേണം. ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ പോയി ഈ ത്രെഡ് ഗ്രാബ് ചെയ്യണം. കണ്ടോ? ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കൈ റിലീസ് ചെയ്യാം. ഇനി വർക്കിംഗ് ആണ്. ത്രെഡും വലിച്ച് നമുക്കിത് മുറുക്കാം. കണ്ടോ? ഇനി കൈ കൊണ്ടിടുന്ന മെത്തേഡുണ്ട്, അതാണ് കുറച്ചുകൂടെ ഈസി. കെട്ടിടുന്ന പോലെ ഇങ്ങനെ ചുറ്റി ഊരി ഈ വരുന്ന ത്രെഡ്, അതായത് ക്രോസ് ചെയ്ത് വരുന്ന ത്രെഡ് ഇതിൻ്റെ അടിയിൽ കൂടെ ലൂപ്പിനുള്ളിൽ കൂടെ എടുക്കുന്നു. കണ്ടോ? ഇനി നമുക്ക് മാജിക് റിങ് ഇതുപോലെ ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടതുപോലെ തന്നെ കയ്യിൽ ചുറ്റി കൊടുക്കുക. സെക്കൻഡ് ത്രെഡ് ഗ്രാബ് ചെയ്തൊന്ന് ട്വിസ്റ്റ് ചെയ്തതാ ഇതുപോലെ ലൂപ്പ് ക്രിയേറ്റ് ആക്കുക. കണ്ടില്ലേ? ഇതുപോലെ ലൂപ്പ് ക്രിയേറ്റ് ആയതിനു ശേഷം ആ ഫസ്റ്റ് ത്രെഡിനെ ഈ ലൂപ്പിനുള്ളിൽ കൂടെ കൊണ്ടുവരിക. ഇതാണ് മാജിക് റിങ്. നേരത്തെ പോലെ തന്നെ പിടിച്ച് ഇതിൽ ചുറ്റി കൊടുക്കുന്നു. ഇതിന് ഗ്രാബ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആവണം. ഇനി ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ്, അതായത് ഇവിടെ നിന്ന് ചെരിഞ്ഞു പോയ ഈ ത്രെഡിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ കാണിച്ചു തരാം.